الله الصلاة والسلام على من لا نبي بعد. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. വളരെ കേട്ടുപരിചയമുള്ള നമ്മളിൽ പലർക്കും ഹിഫ്ളുള്ള ഒരു ഹദീസായിരിക്കും. എന്നാൽ ആശയം കൊണ്ടും അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഉപകാരം കൊണ്ടും വളരെയധികം വിലപ്പെട്ടതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് വളരെയധികം ഭാരം കുറഞ്ഞതായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ കനം തൂങ്ങുന്നതുമായ രണ്ട് കാര്യങ്ങൾ. ഒരേ കാര്യങ്ങളെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസ്ഥയിൽ വളരെ ലഘുവായിട്ടുള്ള ഭാരം കുറഞ്ഞിട്ടുള്ളതാണ് എന്നും മറ്റൊരവസ്ഥയിൽ അത് ഭാരം കൂടിയതാണെന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അമല് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതും എന്നാൽ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ വളരെ അധികവും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഹബീബതാനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പ്രിയപ്പെട്ട, അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള രണ്ട് കലിമത്തുകൾ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നീ രണ്ട് കലിമത്തുകൾ, ഈ ദിക്റുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ, സുബ്ഹാൻ എന്നുള്ളത്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ ആരോപിക്കപ്പെടുന്ന എന്തെല്ലാം ന്യൂനതകളുണ്ടോ, ആളുകൾ സൃഷ്ടികൾക്കിടയിൽ അള്ളാഹുവിനൊരു സന്താനമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ അത് എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്ന് അറിയിക്കുന്ന. വബിഹംദിഹി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വിശേഷണങ്ങൾ, പരിപൂർണതയുടെ സിഫത്തുകൾ അള്ളാഹുവിനുണ്ടോ അതിനെല്ലാം അംഗീകരിക്കുന്ന, പൂർണ്ണമായി അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, വാഴ്ത്തുന്ന കലിമത്താണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ സ്ഥാനത്ത്, അർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് ലാ ഇലാഹ എന്ന ഭാഗത്തും വബിഹംദിഹി എന്നുള്ളത് ഇല്ലല്ലാഹ് എന്ന ഭാഗത്തും നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹിൽ അലീം, അള്ളാഹു അതിമഹത്തായവനാണ് എന്നുള്ള ഈ ദിക്ർ. ഇത് നമ്മുടെ ദിക്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ മറ്റുള്ള കർമ്മങ്ങളെക്കാൾ എല്ലാം മുൻപന്തിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന്, എല്ലാ ഇബാദത്തുകളും നിയമമാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനാണ്. അള്ളാഹുവിനെ ദിക്ർ ഇല്ലാത്ത ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഹില്ലാത്തൊരു ശരീരം പോലെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയ്യുസ്സായിമീന അഅ്ളമു അജ്റ, ഏത് നോമ്പുകാരനാണ് ഏറ്റവും പ്രതിഫലം കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അക്സറുഹും ലില്ലാഹി ദിക്റ, അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നത്? നിസ്കാരം ചോദിച്ചു, ജിഹാദ് ചോദിച്ചു, സ്വതക ചോദിച്ചു, അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സറുഹും ലില്ലാഹി ദിക്റ. ഇത് പറയുന്ന സമയത്ത് ഒപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അള്ളാഹുവിനെ സ്മരിക്കുന്നവർ ബികുല്ലി അജ്ർ, എല്ലാ പ്രതിഫലം കൊണ്ട് അവർ പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജൽ, അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോ ദിക്ർ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെയും നിസ്കാരത്തിന്റെയും ഒക്കെ എപ്പോഴും അതിന് സാധിച്ചോളണമെന്നില്ല, അതിനൊക്കെ കുറച്ചുകൂടി നമ്മൾ പണിയെടുക്കേണ്ടതാണ്. എന്നാൽ അല്ലാതെ വിശ്രമിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ചൊല്ലാവുന്ന, ഉപയോഗപ്പെടുത്താവുന്ന ദിക്റുകളിൽ വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് ഒരാൾ പറയുമ്പോൾ ഊരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ ഒരു ഈന്തപ്പന മരം അവന് നടപ്പെടും. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് ആകാശഭൂമികളിലുള്ള മറ്റെല്ലാ സൃഷ്ടികളും, മലക്കുകളും കല്ലുകളും ചെടികളും വൃക്ഷങ്ങളും മത്സ്യങ്ങളും ബാക്കി എല്ലാ ജന്തുജീവജാലങ്ങളും അള്ളാഹുവിനെ സ്മരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുമാണ്, ദിക്റുമാണ്. അതുകൊണ്ട് നമ്മുടെ നാവ് അള്ളാഹുവിനെ കുറിച്ച് ധാരാളം സ്മരിക്കുക, അതിൽ ധാരാളമായി ഉൾപ്പെടുത്തേണ്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.